പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജനുവരി മാസം 21 ബുധനാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ ഈ സ്പെഷ്യൽ പ്രയറിൻ്റെയൊക്കെ 3-ാമത്തെ ദിവസം കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായി നടത്തുന്നതിന് സ്തോത്രം, ക്ഷേമത്തോടെ നടത്തുന്നതിന് സ്തോത്രം, അത്ഭുതമായി നടത്തുന്നതിന് നന്ദി. അങ്ങ് നല്ലവനാകുന്നു, വിശ്വസ്തനാകുന്നു, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാകുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങയുടെ നാമത്തെ ഉയർത്തുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുക. കർത്താവിങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന നല്ല കർത്താവ് കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളെ അടയ്ക്കണമേ. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാട്ടെ. നീതിമാൻ്റെ ശ്രദ്ധയുള്ള പ്രാർത്ഥന ഭയങ്കര അത്ഭുതങ്ങളെ സൃഷ്ടിക്കുമെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായി നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവീകമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയുടെ മറുപടിയെ അങ്ങ് അയക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ കൃപയും സമാധാനവും യേശുവിൻ നാമത്തിൽ വർദ്ധിക്കട്ടെ. കർത്താവേ, ഈ ശബ്ദം കേൾക്കുന്നവരുടെ അഭിവൃദ്ധി പ്രസിദ്ധമായി തീരട്ടെ, ഇവരുടെ വിശ്വാസം പ്രസിദ്ധമായി തീരട്ടെ. ആമേൻ. ഇവരുടെ വിശുദ്ധി പ്രസിദ്ധമായി തീരട്ടെ. ഹല്ലേലൂയ. ഇവരുടെ പ്രത്യാശ പ്രസിദ്ധമായി തീരട്ടെ. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് ഇടത്ത് കാൽ വെള്ളയിലുള്ള വേദന, ആമേൻ, കാൽ കുത്തുമ്പോൾ കാലിൻ്റെ ആ പുറം സൈഡിലുള്ള വെള്ളയുടെ പുറത്തെ സൈഡിലുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. കാൽ കുത്തി നടക്കുന്നതിനുള്ള പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. നിർത്താതുള്ള വൊമിറ്റിങ്ങുകൾ ദിവസങ്ങളായി, ആമേൻ, ഭയങ്കര വൊമിറ്റിംഗ് സെൻസേഷൻ, വൊമിറ്റിങ് ബുദ്ധിമുട്ടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിരന്തരമായിട്ടുണ്ടാകുന്ന വൊമിറ്റിംഗ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാ സ്പിരിറ്റ് ഓഫ് മൈഗ്രെയിനെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രവെക്കുന്നു. അതുപോലെ പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്ന കർത്താവിന് നന്ദി. ആമേൻ. ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പുതിയ വഴികൾ തുറന്നു വരട്ടെ. പുതിയ റിസോഴ്സുകൾ നിൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. പുതിയ ബിസിനസ് ഐഡിയകൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. അതുപോലെ കർത്താവെ, എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 12th and 10th ഗ്രേഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയുണ്ടാകണം. അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. വേണ്ടുന്നവണ്ണം കർത്താവെ, അവർക്ക് അവരുടെ എക്സാംസ് ആമേൻ പെർഫോം ചെയ്യാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിനായി സ്തോത്രം. അതുപോലെ ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിന്മേൽ പരിപൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആ ബാലൻസിങ് ബുദ്ധിമുട്ടുകൾ മാറട്ടെ, തലകറക്കം മാറട്ടെ, അത് മുഖാന്തരം ഉണ്ടാകുന്ന വൊമിറ്റിങ്ങും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ പ്രഭാതത്തിൽ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച്
ഇന്ന് 3-ാം ദിവസത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് അസ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന, സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായം എന്ന് പറയുന്നത് മരുഭൂമിയിലൂടെ ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവർ അവിടെ ഉണ്ടായതായ സാഹചര്യങ്ങളെയാണ്. അവർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടു, മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവർ ഒത്തിരി അത്ഭുതങ്ങളെ കണ്ടു. പക്ഷേ അവർ എന്നിട്ടും ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. അതിന് കാരണം അവരുടെ മേൽ വാഗ്ദത്തം ഇല്ലാഞ്ഞിട്ടല്ല, അവർക്ക് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെന്താണ്, അവിശ്വാസവും അനുസരണക്കേടുമാണ് അവർക്ക് ദൈവിക സ്വസ്ഥത എന്ന വാഗ്ദത്തത്തിൽ പ്രവേശിക്കുന്നതിന് കാരണമായി തീർന്നത്. അപ്പോൾ 11-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒരു വാണിംഗ് തന്നിട്ട് ഒരു ഇൻവിറ്റേഷൻ തരികയാണ്. അതുകൊണ്ട് ആരും അനുസരണക്കേടിന് സമദൃഷ്ടാന്തത്തിനൊത്തോളം വീഴാതിരിക്കേണ്ടതിന് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ എന്ത് ചെയ്യുക? ഉത്സാഹിക്കുക. ഇന്നും ദൈവിക സ്വസ്ഥത അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ആ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. റെസ്റ്റ് എന്ന് പറയുന്നത് അതൊരു ഓട്ടോമാറ്റിക്കായ പ്രോസസ്സല്ല. അതെന്ത് ചെയ്യണം? വിശ്വാസത്താലും അനുസരണത്താലും നമ്മൾ ആ ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. അവിടെ പറയുന്നു ഉത്സാഹിക്കണം എന്ന് വെച്ചാൽ എന്തുവാ? മടി പിടിച്ചിരുന്നാൽ പറ്റത്തില്ല. നമ്മൾ വിശ്വാസത്താൽ നമ്മുടെ സ്വസ്ഥത കെടുത്തുന്ന ഭയത്തെ, സംശയത്തെ ഒക്കെ നമ്മൾ ഓവർകം ചെയ്ത് അതിനകത്തേക്ക് പ്രവേശിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞ് വളരെ ബിസിയായ ഒരു റോഡ് ക്രോസ് ചെയ്യുക. ആ കുഞ്ഞ് തനിച്ച് നടന്നു പോവുകയാണെങ്കിൽ അതിന് ഭയവുമുണ്ട്, അപകടത്തിനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അപ്പൻ്റെ കൈ പിടിച്ചു പോവുകയാണെങ്കിൽ സ്വസ്ഥതയുമുണ്ട്, സമാധാനവുമുണ്ട്, ഉറപ്പുമുണ്ട്. സോ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വരുന്നത്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ കർത്താവിന് കൊടുത്തിട്ട് ദൈവത്തിൽ നമ്മൾ സ്വതന്ത്രമാകുമ്പോൾ എന്തു പറ്റും? നമുക്ക് സ്വസ്ഥതയുണ്ടാകും. ഇപ്പം നമ്മൾ വേദോസത്തിൽ നോക്കിയാൽ ജോഷുവയും കാലേബും അവർ കണ്ടതെന്തുവാ? അവർ കണ്ടതെല്ലാം പ്രതിസന്ധികളായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? അവരെ ദൈവിക വാഗ്ദത്തത്തെ കണ്ടു, അത് വിശ്വസിച്ചു. അതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയുണ്ടായി. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ പോയ 10 പേര് കണ്ടതും സെയിം സ്ഥലം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന മല്ലന്മാരെ കണ്ടു. അവിടെ ഉള്ളവരെല്ലാം സെയിം ആളുകളായിരുന്നു. പക്ഷേ എന്തുപറ്റി? അവരുടെ വിശ്വാസത്തിൻ്റെ സിസ്റ്റമാണ് മാറിയത്. മറ്റൊരു 2 പേരും ജോഷുവയും കാലേബും ആരിൽ വിശ്വസിച്ചു? ദൈവത്തിൽ വിശ്വസിച്ചു, വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. അവർ സാഹചര്യത്തിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പറ്റി. മറ്റുള്ളവരോ? അവർ സാഹചര്യത്തിൽ വിശ്വസിച്ചു, അവർ കണ്ടത് വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ വിളിക്കുക. എങ്ങനെ പ്രവേശിക്കാം? ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഫീലിങ്സിനേക്കാളും നമ്മൾ കാണുന്ന ഏതിനേക്കാളും അധികമായി ദൈവവചനത്തെ വിശ്വസിക്കുക. ആമേൻ. എന്നിട്ട് എന്ത് ദൈവവചനം പറഞ്ഞു അതിനെ വേഗത്തിൽ അനുസരിക്കുക. ആ വചനത്തിൽ പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ ബോധ്യമായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആ ഉറപ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. പറയുക, അവൻ്റെ അടിപ്രകാരം എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് വചനമാണ്, ഞാനത് വിശ്വസിക്കുന്നു. അവൻ ശരീരത്തിൽ ലക്ഷണങ്ങൾ കാണും, പക്ഷേ ഐ ബിലീവ് ഇൻ ദ വേർഡ്. ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വരുമ്പോഴേ നമുക്ക് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുള്ളൂ. സംശയം, ഭയം ഇതിനെയൊക്കെ ജയിക്കണം. എങ്ങനെ ജയിക്കും? വചനത്തെ ആഴമായി വിശ്വസിക്കും. ദൈവവചനത്തിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. ദൈവം മാറിയെങ്കിൽ മാത്രമേ വചനത്തിന് മാറ്റം വരുവാൻ കഴിയുള്ളൂ. അപ്പോൾ വചനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുക, എന്നിട്ട് ആ വചനത്തിൽ ഉറച്ചു നിൽക്കുക, ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുക. വചനം നിങ്ങളുടെ ഉള്ളിൽ കയറിയോ, സ്വസ്ഥമായിട്ടങ്ങനെ ഇരിക്കുക. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ച് മനസ്സിനകത്തൊന്നും ഭയവും ആകുലതയും അതുപോലെ തന്നെ എന്നാ പറയുന്നത്, അവിശ്വാസവും മാറ്റി വെച്ചിട്ട് പറയാം, ഇഫ്
വചനത്തിൽ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, ഞാനത് വിശ്വസിക്കുന്നു. വചനത്തിൽ അങ്ങനെയാണോ പറഞ്ഞത്, അതിനകത്ത് മാറ്റം വരികയില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? വചനം എന്തു പറഞ്ഞോ അത് വിശ്വസിക്കും. അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വസ്ഥത കിട്ടും. ഇപ്പം പേടിപ്പിക്കുന്ന പലതും ഉണ്ടാകും, ഭയപ്പെടുത്തുന്ന പലതും ഉണ്ടാകും. പക്ഷേ എന്ത് ചെയ്യണം? വചനത്തിൽ വിശ്വസിക്കണം. ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. വചനത്തിൽ വിശ്വസിച്ച് ഞാൻ ഭയത്തെ തോൽപ്പിക്കും. വചനത്തിൽ വിശ്വസിച്ച് ഞാൻ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ദൈവിക സ്വസ്ഥത അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തട്ടെ. കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പറയാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.